Welcome to Atrashi Hinode by T3 Solutions. Grade 7 CBSE NCERT Maths Exercise 9.1-ലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സോൾവ്ഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the area of each of the following parallelograms. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ പാരലലോഗ്രാംസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി പാരലലോഗ്രത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള ഫോർമുല എന്താണ്? പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് B/H, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇതാണ് പാരലലോഗ്രാം. ഇവിടെ ബേസ് എന്ന് വെച്ചാൽ പാരലലോഗ്രത്തിൻ്റെ ഒരു സൈഡാണ്. ഹൈറ്റ് എന്ന് വെച്ചാൽ ആ സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു പാരലലോഗ്രത്തിൻ്റെ ബേസും ഹൈറ്റും നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇപ്പോൾ ഫോർമുല മനസ്സിലായില്ലേ? ഇനി നമുക്ക് 1 by 1 ആയി ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ അറിയാം ഏരിയ കാണാനുള്ള ഫോർമുല അല്ലേ? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഇവിടെ 2 മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്ന് 7 സെൻറ്റിമീറ്റർ, പിന്നൊന്ന് 4 സെൻറ്റിമീറ്റർ. ഇതിലേതാ ബേസ് ഹൈറ്റ്? അതെങ്ങനെ മനസ്സിലാക്കാം? അതിന് ആദ്യം നമുക്കിവിടെ പാരലലോഗ്രത്തിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ പാരലലോഗ്രാം. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിട്ടുള്ള ഒരു ഷേപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം 4 സൈഡ്സ് ഉണ്ട്. ഇതിൽ 1 2 3 4. ഇതിൽ ഈ 3 സൈഡ്സിൻ്റെയും മെഷർമെൻറ്റ് തന്നിട്ടില്ല. ഈ 4th സൈഡിൻ്റെ മാത്രമേ ഉള്ളൂ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് പാരലലോഗ്രത്തിൻ്റെ സൈഡിൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. പിന്നെ ഈ ലൈൻ സെഗ്മെൻറ്റ് ഈ സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. ബിക്കോസ് ഈ ലൈൻ സെഗ്മെൻറ്റും ഈ സൈഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിനെയാണ് നമ്മളിവിടെ ഹൈറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പാരലലോഗ്രത്തിൻ്റെ ബേസും കിട്ടിക്കഴിഞ്ഞു, ഹൈറ്റും കിട്ടി. ഇനി ഈസിയല്ലേ ഏരിയ കാണാൻ? ഓക്കെ, നമുക്കപ്പോൾ സോൾവ് ചെയ്യാം. ബേസ് ഓഫ് ദ parallelogram equal to 7 centimeter. Height of the parallelogram equal to 4 centimeter. Therefore area of the parallelogram equal to ഫോർമുല നമുക്കറിയാം, ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് 7 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. That is equal to 7 4s are 28 centimeter into centimeter square. ഇതാണ് ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ. ഇനി നമുക്ക് ബി പാർട്ടിലോട്ട് പോകാം. ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ബേസും ഹൈറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പാരലലോഗ്രത്തിൻ്റെ സൈഡ് മെഷർമെൻ്റാണ്. അപ്പോൾ ഇത് ബേസ്, ഇത് ഹൈറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ബേസ് equal to 5 centimeter
height equal to 3 centimeter. Therefore, area equal to base into height, that is equal to 5 centimeter into 3 centimeter, that is equal to 5 3s are 15, that much centimeter square. വേണമെങ്കിൽ നമുക്ക് ബേസ് ഓഫ് ദ പാരലലോഗ്രാം, ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം അങ്ങനെയെല്ലാം എഴുതാം. ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയയാണ് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സി പാർട്ടിലോട്ട് പോകാം. ഇവിടെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ബേസ് ഏതാണ് ഹൈറ്റ് ഏതാണെന്ന്. ഇത് ബേസ്, ഇത് ഹൈറ്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈസി ആയിട്ട് ഇതും ചെയ്യാം. പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളത്, ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഡെസിമൽ നമ്പേഴ്സാണ്. ബേസ് ഓഫ് ദ parallelogram equal to 2.5 centimeter, height of the parallelogram equal to 3.5 centimeter. Therefore, area of the parallelogram equal to base into height, that is equal to 2.5 centimeter into 3.5 centimeter. ഇനി നമുക്ക് 2.5ഉം 3.5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ഈ ഡെസിമലോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഹോൾ നമ്പറായിട്ട് എടുത്തിട്ട്, അതായത് 25, 35 അങ്ങനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഡെസിമൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 35 മൾട്ടിപ്ലൈഡ് ബൈ 25, 5 5s are 25, 5 3s are 15, 15 plus 2 17, 2 5s are 10, 2 3s are 6, 6 plus 1 7, adding 5, 7 plus 0 7, 7 plus 1 8. അപ്പോൾ നമുക്ക് 35ഉം 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 875 ആണ്. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഡെസിമൽ മാർക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ നമ്പറിലുമുള്ള ഡെസിമൽ പ്ലേസ് നോക്കുക, അതായത് ഡെസിമലിന് ശേഷം ഉള്ള ഡിജിറ്റ്സ് നോക്കുക. ആദ്യത്തെ 2.5 ആണ്, അതിൽ ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അടുത്ത 3.5 ആണ്, അവിടെയും ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യണം. 1 2 ലെഫ്റ്റിലോട്ട് അങ്ങനെ കൗണ്ട് ചെയ്യണം. അപ്പോൾ 1 2, അപ്പോൾ നമ്മുടെ ഡെസിമൽ ഇവിടെ വരാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 8.75, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നത് 8.75 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത പാർട്ടിലോട്ട് പോകാം. ഇവിടെയും നമുക്ക് ബേസും ഹൈറ്റെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതല്ലേ പാരലലോഗ്രത്തിൻ്റെ സൈഡ്. അപ്പോൾ ഇത് ബേസാണ്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ബേസ് ഓഫ് ദ parallelogram equal to 5 centimeter. Height of the parallelogram equal to 4.8 centimeter. Therefore,
area of the parallelogram equal to base into height. ഇതാണ് ഫോർമുല. എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ആ ഫോർമുലാസ് അവിടെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഫോർമുല മെൻഷൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഈസ് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഈസ് 4.8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 5ഉം 4.8ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് 48 മൾട്ടിപ്ലൈഡ് ബൈ 5 ഇത് കണ്ടുപിടിക്കാം. 5 8s are 40, 5 4s are 20, 20 plus 4 24. That is equal to 240. ഇനി നമുക്ക് ഡെസിമൽ ഇടണം. ഇവിടെ ആദ്യത്തെ നമ്പറിൽ ഇതൊരു ഹോൾ നമ്പറാണ്, ഡെസിമൽ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ ഒരു ഡിജിറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫ്രം ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് കൗണ്ട് 1. അപ്പോൾ ഇവിടെ വരും നമ്മുടെ ഡെസിമൽ. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡെസിമലിന് ശേഷം 0 ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നത് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ ബേസും ഹൈറ്റൊക്കെ ഏതാ? ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഇതാണ് ബേസ്, 4.4 സെൻറ്റിമീറ്റർ. ഇതാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ബേസ് ഓഫ് ദ parallelogram equal to 2 centimeter, height of the parallelogram equal to 4.4 centimeter. Therefore, area of the parallelogram equal to, formula എന്താ? base into height. That is equal to base എത്രയാ? 2 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 4.4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 2 and 4.4 രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഈസിயாக ഡയറക്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 2 4s are 8, 2 4s are 8. അപ്പോൾ 8.8 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾ നമ്പറായിട്ട് എടുക്കുന്നു. 44 ദെൻ മൾട്ടിപ്ലൈഡ് ബൈ 2. 2 4s are 8, 2 4s are 8. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 88 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. ആദ്യത്തെ നമ്പർ ഹോൾ നമ്പറാണ്, ഡെസിമലില്ല. സെക്കൻഡ് നമ്പറിൽ മാത്രമേ ഡെസിമലുള്ളൂ. ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിൽ, അതായത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിലും ഡെസിമൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെസിമൽ മാർക്ക് ചെയ്യാൻ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. സോ 1 നമ്മുടെ ഡെസിമൽ ഇവിടെ വരും. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു പാരലലോഗ്രത്തിൻ്റെ ബേസും ഹൈറ്റും നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കണം. ഇനി ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമുക്കറിയാമല്ലേ, ½ BH.
ഹാഫ് ബി എച്ച് എന്നതിനെ നമുക്ക് ബി ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയും എഴുതാം. ഇവിടെ ബി എന്ന് വെച്ചാൽ ബേസും എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓർ ആൾട്ടിറ്റ്യൂഡും ആണ്. ഹാഫ് ബി എച്ച് എന്ന ഈ ഫോർമുല എങ്ങനെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയി സോൾവ് ചെയ്യാം. ബേസ് എന്ന് വെച്ചാൽ ട്രയാങ്കിളുടെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 4 cm, ഹൈറ്റ് ഈക്വൽ ടു 3 cm. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗിവൺ ബേസ് ഈക്വൽ ടു 4 cm, height equal to 3 cm. Therefore, area of the triangle equal to, in the formula, half BH. That is equal to base into height divided by 2. That is equal to 4 cm into 3 cm divided by 2. ഇവിടെ 4നെയും 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 divided by 2 it is 1, 4 divided by 2 it is 2. ഇനി 2 cm into 3 cm എത്രയാ? 2 3s are 6 cm into cm square. അപ്പോൾ 6 cm square. അല്ലെങ്കിൽ 4ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. That is 4 3s are 12. So 12 cm square divided by 2. 12 by 2 it is 6. So it is equal to 6 cm square. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഈസ് 4 cm ഇൻറ്റു ഹൈറ്റ് ഈസ് 3 cm. ഇനി നമുക്ക് 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം ഇവിടെ. അപ്പോൾ 2 divided by 2 it is 1, 4 divided by 2 it is 2. അപ്പോൾ 2 cm into 3 cm. That is equal to 2 3s are 6 cm into cm square. അപ്പോൾ നമുക്കിവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നത് 6 cm square. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ബി പാർട്ട്. ഇവിടെ ട്രയാങ്കിളുടെ ബേസ് ഏതാ? 5 cm അല്ലേ? അതല്ലേ ഒരു സൈഡ്. ഇനി അതിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ് 3.2 cm. അപ്പോൾ അതാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ബേസ് ഈക്വൽ ടു 5 cm, ഹൈറ്റ് ഈക്വൽ ടു 3.2 cm. Therefore, area of the triangle equal to formula എന്താ? base into height divided by 2. That is equal to 5 cm into 3.2 cm divided by 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ 3.2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.6 കിട്ടും. പിന്നെ 1.6ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 5 and 3.2 മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ആ പ്രൊഡക്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 3.2 into 5 ചെയ്യാൻ 32 into 5 ചെയ്തിട്ട് ലാസ്റ്റ് ഡെസിമൽ മാർക്ക് ചെയ്താൽ മതി. 5 2s are 10, 5 3s are 15, 15 plus 1 16. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിലെ ഡെസിമൽ പ്ലേസസ് നോക്കണം. 5 ഒരു ഹോൾ നമ്പറാണ്. 3.2ൽ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 സ്റ്റെപ്പ്, അതായത് 6ൻ്റെയും 0ൻ്റെയും ഇടയിൽ ഡെസിമൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 16 cm square divided by 2. 16 by 2 it is 8. That is 8 cm square. അപ്പോൾ നമുക്കിവിടെ ഈ ട്രയാങ്കിളുടെ ഏരിയ എത്ര കിട്ടിയിരിക്കുന്നത്? ഏരിയ ഈക്വൽ ടു 8 cm square. ഇനി അടുത്ത പാർട്ട് സോൾവ് ചെയ്യാം.
ഈ ട്രയാങ്കിളിലെ ഹൈറ്റും ബേസും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇത് ഏത് ടൈപ്പ് ട്രയാങ്കിളാണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? ഒരു റൈറ്റ് ട്രയാങ്കിളിലെ 2 സൈഡ്സ് പെർപെൻഡിക്കുലേഴ്സ് ആണെന്നറിയാലോ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഓർ 4 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ബേസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, height equal to 4 centimeter. Therefore, area of the triangle equal to formula എന്താ? base into height divided by 2. That is equal to 3 centimeter into 4 centimeter divided by 2. 3 4s are 12 centimeter square divided by 2. That is equal to 12 by 2. It is 6. So 6 centimeter square. അപ്പോൾ ഈ ട്രയാങ്കിളുടെ ഏരിയ എത്രയാ? ഏരിയ ഈസ് 6 centimeter square. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇവിടെ ഇതിൻ്റെ ബേസ് എന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എഴുതാം ബേസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. Therefore, area of the triangle equal to formula എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2. 3 2s are 6 centimeter into centimeter. It is centimeter square divided by 2. 6 divided by 2, it is 3. So we get 3 centimeter square. ഇതാണ് ഈ ട്രയാങ്കിളുടെ ഏരിയ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിളുടെ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ആ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് BH അല്ലെങ്കിൽ B ഇൻറ്റു H/2. ഇങ്ങനെയും എഴുതാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ചില പാർട്ടിൽ പാരലഗ്രത്തിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ചില പാർട്ടിൽ ബേസും കണ്ടുപിടിക്കണം. ഇനി ഇവിടെ പാർട്ട് എയിൽ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്തെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. പാർട്ട് ബിയിലോ? പാർട്ട് ബിയിൽ നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അതിനിവിടെ ഏരിയയും ഹൈറ്റുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ എക്സസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ നമുക്ക് ഈ പാരലഗ്രംസിൻ്റെ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിനിവിടെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തത്? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ഫോർമുല യൂസ് ചെയ്ത് ഇതിൻ്റെ എല്ലാം ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഏരിയ അല്ല ബേസും ഹൈറ്റും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും നമുക്ക് ഈ സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ഹൈറ്റും ബേസും അതിൽ നിന്നും കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമുക്കറിയാം ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനിയിപ്പോൾ ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഏരിയയെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബേസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഹൈറ്റ് ഈക്വൽ ടു ഏരിയ
divided by base. Base equal to area divided by height. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പാരലഗ്രത്തിൻ്റെ ഹൈറ്റും ബേസും കണ്ടുപിടിക്കാം. 1 by 1 ആയി ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് പാർട്ടിൽ ഏരിയയും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ആദ്യം ഇവിടെ തന്നിട്ടുള്ളതെല്ലാം എഴുതാം. given base equal to (20 centimeter), area equal to 246 centimeter square. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏരിയയ്ക്ക് പകരം ഫോർമുല എഴുതാം. അതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ സെയിം നമ്പർ 246 centimeter square. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ 246 അങ്ങനെ തന്നെ എഴുതാം, 246 centimeter square. ഇനി ബേസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 246 centimeter square ഡിവൈഡഡ് ബൈ ബേസ്. ബേസ് എത്രയാണ്? 20 centimeter. അതായത് ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 246 ഡിവൈഡഡ് ബൈ 20. 2 ഈസ് ലെസ് ദാൻ 20 അല്ലേ? അപ്പോൾ അടുത്ത ഡിജിറ്റ് കൂടെ എടുക്കാം, 4. അപ്പോൾ നമുക്ക് 24 ആയി. 24ൽ 1 ടൈം ഓൺലി 20 അല്ലേ? അപ്പോൾ നമുക്ക് 4ന് നേരെ മുകളിൽ 1 എഴുതാം. ഇനി 1 × 20 നമുക്ക് 20. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 - 0 4, 2 - 2 0. അടുത്ത നമുക്ക് 6 ബ്രിങ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ 46 ആയി. ഇനി 46ൽ ഹൗ മെനി ടൈംസ് 20? 2 ടൈംസ് ഓൺലി. അപ്പോൾ 2 എഴുതാം. 2 20s are 40. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 - 0 6, 4 - 4 0. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ നമുക്ക് ഡിജിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ 246 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് പിന്നെ 0 ഇടാം. അപ്പോൾ അതുപോലെ കോഷ്യൻറ്റിലും ഒരു ഡെസിമൽ ഇടണം. ഇനി 0 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 60 ഉണ്ട്. ഹൗ മെനി ടൈംസ് 20 in 60? 3 ടൈംസ് അല്ലേ? അപ്പോൾ 3 20s are 60. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ 246 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.3. ഇനി ന്യൂമറേറ്ററിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ് എന്നത് 12.3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ഇവിടെ ഈ ബി പാർട്ടിൽ നമുക്ക് ഏരിയയും ഹൈറ്റും തന്നിട്ടുണ്ട്. ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നതെല്ലാം എഴുതാം. ഗിവൺ ഹൈറ്റ് ഈക്വൽ ടു 15 centimeter, area equal to 154.5 centimeter square. ഇനി ഏരിയയ്ക്ക് പകരം നമുക്ക് ഫോർമുല എഴുതാം. ദാറ്റ് ഈസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 154.5 centimeter square. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ബേസാണ്. അതുകൊണ്ട് ബേസ് നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. സോ ബേസ് ഈക്വൽ ടു ഹൈറ്റ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുമ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ നമ്പർ അത് തന്നെ ആദ്യം എഴുതാം. 154.5 centimeter square. ഇവിടെ ഹൈറ്റും ബേസും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഡിവിഷൻ ആവും. സോ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 15 centimeter. ഇനി ഡിവൈഡ് ചെയ്യാം. 154.5 divided by 15. 15 divided by 15.
1 time, that is 1. 1 15s are 15. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി 4 ബ്രിങ് ഡൗൺ ചെയ്യാം. പക്ഷേ 4 15നേക്കാൾ ചെറുതായതുകൊണ്ട് കോഷ്യൻറ്റിൽ നമുക്ക് 1ന് ശേഷം ഒരു 0 ഇടണം. ഇനി 5 ബ്രിങ് ഡൗൺ ചെയ്യാം. പക്ഷേ 5ക്ക് മുമ്പിൽ ഒരു ഡെസിമലുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ 0ന് ശേഷം മാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ 45. 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ദാറ്റ് ഈസ് 3 15s are 45. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. സോ ബേസ് ഈസ് ഈക്വൽ ടു 154.5 ഡിവൈഡഡ് ബൈ 15. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10.3. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ക്യാൻസലായിപ്പോൾ that is equal to centimeter. അപ്പോൾ ബേസ് ഓഫ് ദിസ് പാരലലോഗ്രാം ഈസ് 10.3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സിയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് പാരലലോഗ്രത്തിൻ്റെ ഏരിയയും ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നതെല്ലാം എഴുതാം. ഗിവൺ ഹൈറ്റ് ഈക്വൽ ടു 8.4 സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽ ടു 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയയ്ക്ക് പകരം എന്ത് എഴുതാം? ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് ബേസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസ് ഇവിടെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആദ്യം എന്താ എഴുതേണ്ടത്? 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹൈറ്റ് ഡിനോമിനേറ്ററിലായിരിക്കും. അപ്പോൾ 48.72 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 8.4 സെൻറ്റിമീറ്റർ. അതായത് ബേസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ഇനി ഈ ഡിവിഷൻ ചെയ്യാൻ ഇതിൽ ഡിനോമിനേറ്റർ ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ നമ്പറിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അതായത് ഇതിൽ ഡെസിമൽ റിമൂവ് ചെയ്യണം. അപ്പോൾ ഡെസിമൽ റിമൂവ് ചെയ്യാൻ നമ്മൾ ആ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഓൺലി 1 ഡിജിറ്റ് 4 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഏത് നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ നമ്പറിലെ ഡിജിറ്റ്സ് അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ 0 കൂടെ എഴുതിയാൽ മതി. അപ്പോൾ 8 4, ഇനി 10ൽ ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ ആ 0 ഈ 4ന് ശേഷം എഴുതിയാൽ മതി. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് 10ൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. ഓൺലി 1 0 അല്ലേ. ഇനി നമ്മുടെ ഡെസിമൽ നമ്പറിലെ ആ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 4ൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഡെസിമൽ 4ൻ്റെയും 0ൻ്റെയും ഇടയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ ഇപ്പോൾ 8.4 അല്ല 84 ആണ്. ഇനി ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് വാല്യൂയിൽ മാറ്റമില്ലാതിരിക്കാൻ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 48.72 ഇൻറ്റു 10. ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ ഡെസിമൽ നമ്പറിലെ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു 0 എഴുതിയാൽ മതി. ഇനി ഇവിടെയും ഡെസിമൽ മാർക്ക് ചെയ്യാൻ 10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യുക. 10ൽ ഓൺലി 1 0 അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പറിലെ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ 7. അപ്പോൾ നമ്മുടെ ആൻസറിൽ 7നും 2നും മിഡിലാണ് ഡെസിമൽ ഇടേണ്ടത്. ഇനി ഇവിടെ ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഞാൻ വേറൊരു മെത്തേഡ് കൂടെ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 8.4 മൾട്ടിപ്ലൈഡ് ബൈ 10, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 840 ആണ്. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഈ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 4, ഓൺലി 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഈ ആൻസറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 പ്ലേസ് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആൻസറിൽ ഇവിടെ ഡെസിമൽ വരും. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഇവിടെയാണ് വരിക. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 84. ഇവിടെയും അതുപോലെ 48.72.
അതിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4870 ഇത്രയും കിട്ടും. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഇവിടെ ചെക്ക് ചെയ്യുക. ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആൻസറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 7ൻ്റെയും 2ൻ്റെയും ഇടയിലായിട്ടാണ് ഡെസിമൽ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 487.2. ഇപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ 487.2 ഡിവൈഡഡ് ബൈ 84, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 487.2 ഡിവൈഡഡ് ബൈ 84. ഇവിടെ നമുക്ക് 4 and 48 എല്ലാം സ്മോളർ ദാൻ 84 ആയതുകൊണ്ട് 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് 487. ഇനി 487ൽ ഹൗ മെനി 84? 5 ടൈംസ്. 5 4s are 20, 5 8s are 40, 40 plus 2 42. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 minus 0 7, 8 minus 2 6, 4 minus 4 0. നെക്സ്റ്റ് 2 ബ്രിങ് ഡൗൺ ചെയ്യണം. അതിന് മുമ്പ് അവിടെ ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട് 5ന് ശേഷം ഒരു ഡെസിമൽ ഇടാം. ഇനി 2 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 672 ആയി. ഇനി ഈ 672നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് ഇവിടെ 84ലെ ലാസ്റ്റ് ഡിജിറ്റ് 4ഉം 672ലെ 2ഉമാണ്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസിൽ 2ൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 4 3s are 12 and 4 8s are 32. ഇനി ആദ്യം നമുക്ക് ഈ 3യും 84ഉം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 84 മൾട്ടിപ്ലൈഡ് ബൈ 3. ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ 252 ആണ് കിട്ടുന്നത്. പക്ഷേ അത് 672നേക്കാൾ സ്മാളർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ അതായത് 8 കൊണ്ട് ട്രൈ ചെയ്യാം. ദാറ്റ് ഈസ് 84 മൾട്ടിപ്ലൈഡ് ബൈ 8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 672. സെയിം നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് മുകളിൽ 8 എഴുതാം. 8 84s are 672. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. ദാറ്റ് ഈസ് 487.2 centimeter divided by 84. That is equal to 5.8 centimeter. That is base of this parallelogram is 5.8 centimeter. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് പാരലഗ്രത്തിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയും ബേസും തന്നിട്ടുണ്ട്. അപ്പോൾ എഴുതാം ബേസ് ഈക്വൽ ടു 15.6 centimeter, area equal to 16.38 centimeter square. ഇനി ഏരിയയ്ക്ക് പകരം എന്താ എഴുതാം? ബേസ് ഇൻറ്റു ഹൈറ്റ്. That is equal to 16.38 centimeter square. നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഹൈറ്റ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ഹൈറ്റ് ഈക്വൽ ടു ഈ ബേസ് എന്താവും? റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 16.38 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ ബേസ് എത്ര തന്നിരിക്കുന്നത് ഇവിടെ? 15.6 സെൻറ്റിമീറ്റർ. സോ 15.6 സെൻറ്റിമീറ്റർ. ഇനി ഈ ഡിവിഷൻ ചെയ്യാൻ ഡിനോമിനേറ്ററിലെ നമ്പർ ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് നമുക്കതിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അപ്പോൾ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആ നമ്പറിലെ ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യണം. ഇവിടെ ഓൺലി 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതുക. അതായത് 156, പിന്നെ 6ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടാൽ മതി. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ
10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യണം. ഇവിടെ ഓൺലി 1 സീറോ അല്ലുള്ളത്. അപ്പോൾ ഈ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ആൻസറിൽ 6ന് ശേഷമാണ് ഡെസിമൽ ഇടേണ്ടത്. ഇനി ഇവിടെ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 16.38 ഇൻറ്റു 10. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ ഇതാ, റൈറ്റ് സൈഡിലൊരു 0 ഇടാം. ഇനി ഡെസിമൽ മാർക്ക് ചെയ്യാൻ 10ലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യുക. നമുക്കറിയാം ഓൺലി 1 സീറോയേ ഉള്ളൂ. അപ്പോൾ ഈ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ആൻസറിൽ 3ന് ശേഷമാണ് ഡെസിമൽ വരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ദറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 163.8 ഡിവൈഡഡ് ബൈ 156. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. ഇനി ഈ ഡിവിഷൻ ചെയ്യണം. സോ 163.8 ഡിവൈഡഡ് ബൈ 156. ഇവിടെ നമുക്കറിയാം 163ലെ 156 1 ടൈം. സോ 1 ഇൻറ്റു 156 ഇറ്റ് ഈസ് 156. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 - 6, 3 is less than 6. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിജിറ്റ് 6ൽ നിന്ന് 1 ബോറോ ചെയ്യണം. അപ്പോൾ 6 5 ആവും. ഇവിടെ 13 ആവും. നൗ 13 - 6 ഇറ്റ് ഈസ് 7. 5 - 5 0. 1 - 1 0. അടുത്തത് 8 ബ്രിങ് ഡൗൺ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് മുകളിലൊരു ഡെസിമൽ ഇടണം. ഇനി 8 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 78 ആയി. ഈ 78 ഇറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 156 അല്ലേ? അപ്പോൾ നമുക്കൊരു 0 കൂടെ വേണം. അപ്പോൾ മുകളിലൊരു 0 ഇടാം. എന്നിട്ട് ഒരു 0 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇനി അടുത്തത് ചെയ്യാൻ 156ലെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസിൽ 0ൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 6 5s are 30. അപ്പോൾ നമുക്ക് മുകളിൽ 5 എഴുതാം. ഇനി 5 6s are 30. 5 5s are 25. 25 plus 3 28. 5 1s are 5. 5 plus 2 7. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 1.05 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്. ഈ തേർഡ് ക്വസ്റ്റ്യനിൽ എല്ലാ പാർട്ടിൻ്റെയും ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് പാർട്ടിലും തേർഡ് പാർട്ടിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിളുടെ ഹൈറ്റാണ്. അതിനിവിടെ ട്രയാങ്കിളുടെ ഏരിയയും ബേസും തന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ബേസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനിവിടെ തന്നിട്ടുള്ളത് ട്രയാങ്കിളുടെ ഏരിയയും ഹൈറ്റുമാണ്. ഇനി എങ്ങനെയാണ് ഈ ബേസും ഹൈറ്റും എല്ലാം കണ്ടുപിടിക്കുക? അതിന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഇവിടെ നമുക്ക് പാരലഗ്രത്തിൻ്റെ ഹൈറ്റും ബേസുമായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിനിവിടെ പാരലഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്, ബേസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഇത് യൂസ് ചെയ്താണ് നമ്മൾ പാരലഗ്രത്തിൻ്റെ ബേസും ഹൈറ്റും കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ബേസും ഹൈറ്റും എല്ലാം ട്രയാങ്കിളുടെ ആണ്. അതുകൊണ്ട് ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല യൂസ് ചെയ്ത് വേണം നമുക്കിവിടെ ഈ ബേസും ഹൈറ്റും എല്ലാം കണ്ടുപിടിക്കാൻ. ഇനി ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? നമുക്കറിയാം അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല ഒന്ന് എഴുതാം. ദറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഈ ബേസ് അല്ലെങ്കിൽ ഹൈറ്റ് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഈ ഫോർമുലയിൽ ഡയറക്റ്റായി അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ട്രയാങ്കിളുടെ ഏരിയയും ബേസും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ഏരിയ അല്ലേ? അപ്പോൾ ആ ഏരിയയ്ക്ക് പകരം 87 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എത്ര? ഇവിടെ 15 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് അത് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അല്ലേ? അപ്പോൾ ഈ എച്ചിൻ്റെ കൂടെയുള്ള ആ 15ഉം ഹാഫും
റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. ഇനി ആൾറെഡി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? 87 cm². അതങ്ങനെ തന്നെ എഴുതാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 എന്നത് ഡിനോമിനേറ്ററിലല്ലേ, അതായത് അവിടെ ഒരു ഡിവിഷനാണ്. അപ്പോൾ നമ്മളത് LHSലോട്ട് മാറ്റുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനായി മാറും. പിന്നെ അവിടെ 1ഉം 15ഉം ഉണ്ട്, അത് രണ്ടും ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അത് LHSലോട്ട് മാറ്റുമ്പോൾ ഡിനോമിനേറ്ററിലാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള h അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് hൻ്റെ വാല്യൂ കിട്ടും, അതായത് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ h മാത്രം ഇവിടെ കീപ്പ് ചെയ്യണം. ബേസും ഹാഫും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റണം. ദർഫോർ ഏരിയ ഇൻറ്റു റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഡിനോമിനേറ്ററിലല്ലേ, അപ്പോൾ അതിവിടെ ന്യൂമറേറ്ററിലായിരിക്കും. ദാറ്റ് ഈസ് a ഇൻറ്റു 2. പിന്നെ ഈ 1ഉം ബിയും ന്യൂമറേറ്ററിലാണ്, അത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിലാവും. സോ 1 ഇൻറ്റു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു h. സോ ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് എഴുതാം a ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ബി, ഇറ്റ് ഈസ് ബി, ദാറ്റ് ഈസ് ബേസ്. That is height equal to 2 into area divided by base. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ബേസും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ബേസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ നമുക്ക് ബി ഇവിടെ തന്നെ കീപ്പ് ചെയ്യണം. ഹൈറ്റും ഹാഫും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ ഇതേപോലെ സെയിം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഏരിയ ദാറ്റ് ഈസ് a ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു h ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. That is base equal to 2 into area divided by height. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ബേസ് കണ്ടുപിടിക്കാം. ഇനി ഈ രണ്ട് ഫോർമുലയും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ന്യൂമറേറ്റർ രണ്ടിലെയും ന്യൂമറേറ്റർ സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് 2 into ഏരിയ. ഈ ഫോർമുലാസ് ഒന്നുകൂടെ ഷോർട്ടായി എങ്ങനെ എഴുതാം? h ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ b ആൻഡ് b ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ h. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യാം. അതിനാദ്യം ഇവിടെ തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം എഴുതാം. ഗിവൺ ഏരിയ ഈക്വൽ ടു 87 cm², ബേസ് ഈക്വൽ ടു 15 cm, ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഹൈറ്റ് കാണാനുള്ള ഫോർമുല എന്താ? ഹൈറ്റ് ഈക്വൽ ടു 2 into ഏരിയ ഡിവൈഡഡ് ബൈ ബേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into ഏരിയ എത്രയാ? 87 cm² ഡിവൈഡഡ് ബൈ ബേസ് ഈസ് 15 cm. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആദ്യം നമുക്ക് 2ഉം 87ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 87 multiplied by 2, 2 7s are 14, 2 8s are 16 plus 1 17. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 174 cm² ഡിവൈഡഡ് ബൈ 15 cm. ഇനി 174നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 174 ഡിവൈഡഡ് ബൈ 15. ഇവിടെ 115നേക്കാൾ ചെറുതായതുകൊണ്ട് അടുത്ത ഡിജിറ്റ് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് 17 കിട്ടും. 17ൽ 1 ടൈം ഓൺലി 15 അല്ലേ? അപ്പോൾ 115 സാർ 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 - 5 ഇറ്റ് ഈസ് 2, 1 - 1 0. ഇനി നമുക്ക് 4 ബ്രിങ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ 24ൽ നമുക്കറിയാം 15 1 ടൈം ഓൺലി. സോ ഇവിടെ 1 എഴുതാം. 115 സാർ 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 9 കിട്ടും. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് ഇട്ടിട്ട് 0 ഇടാം. അപ്പോൾ കോഷ്യൻ്റിലും ഒരു
പോയിൻ്റ് ഇടാം. ഇനി 0 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ 90. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് കിട്ടാൻ ഇവിടെ 15ൽ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ, അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസിൽ 0യിൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം 2 5s are 10, 4 5s are 20, 6 5s are 30, 8 5s are 40, അങ്ങനെ കിട്ടും അല്ലേ. ഇനി ഈ മൾട്ടിപ്പിൾസിലെ ലാസ്റ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം എല്ലാം 0 ആണ്. ഇനി കോഷ്യൻറ്റിലെ നെക്സ്റ്റ് ഡിജിറ്റ് ഈ നമ്പേഴ്സിലെ ഏത് നമ്പറാണ് എന്ന് കണ്ടുപിടിക്കാൻ 15ഉം ഇതിലേത് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 കിട്ടും എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 15 × 2 ഇറ്റ് ഈസ് 30, 15 × 4 ഇറ്റ് ഈസ് 60, 15 × 6 ഇറ്റ് ഈസ് 90. അപ്പോൾ 6 കൊണ്ട് 15നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 90 കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഡിജിറ്റ് 6 ആണ്. സോ 6 × 15 ഇറ്റ് ഈസ് 90. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 174 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.6. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടുന്നത് 11.6 സെൻറ്റിമീറ്റർ. ഇനി ഈ ഡിവിഷൻ ലോങ് ഡിവിഷനായി ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് 174 ഡിവൈഡഡ് ബൈ 15. ഇവിടെ 15 എന്നത് 3യുടെ മൾട്ടിപ്പിളാണ്. 174ലെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 1 + 7 + 4 12, അതും 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 15 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 5 3s are 15 അല്ലേ. ഇനി 17 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 5 ടൈംസ് അല്ലേ. 5 3s are 15. പക്ഷേ നമുക്കിവിടെ 17 ഉള്ളത്, അതുകൊണ്ട് 2 റിമൈൻഡർ വരുന്നുണ്ട്. ആ 2 ഇവിടെ എഴുതാം. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ 4 എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ 24. ഇനി 24 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം 8 3s are 24. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് 58 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇനി ഞാനിവിടെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 5 ഡിവൈഡഡ് ബൈ 5 ഇറ്റ് ഈസ് 1. ഇവിടെയും 5 ഡിവൈഡഡ് ബൈ 5 1. 8 ഡിവൈഡഡ് ബൈ 5 അതായത് 1 ടൈം ഓൺലി ഇൻ 8. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമുക്ക് 3 വരുന്നുണ്ട്, അതിവിടെ സൈഡിൽ എഴുതാം. ഇനി അതിൻ്റെ റൈറ്റിൽ നെക്സ്റ്റ് ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 8ന് ശേഷം ഒരു ഡെസിമൽ ഇടാം. അതുപോലെ കോഷ്യൻ്റിൽ 11ന് ശേഷം ഡെസിമൽ ഇടാം. പിന്നെ ഇവിടെ ഒരു 0 ഇടാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 30 ആയി. ഇനി 30 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ നമുക്കറിയാം എത്രയാണ്? 6 5s are 30 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 11.6. ഈ മെത്തേഡിലും ഈ ഡിവിഷൻ ചെയ്യാം. ഇനി അടുത്ത പാർട്ടിലോട്ട് പോകാം. ഇവിടെ ഏരിയയും ഹൈറ്റുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതാം ഗിവൺ ഏരിയ ഈക്വൽ ടു 1256 millimeter square, height equal to 31.4 millimeter. ബേസ് ഈക്വൽ ടു എത്രയാ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ബേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമുക്കറിയാം ബേസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1256 divided by base is 31.4. ആദ്യം നമുക്ക് 2 ഇൻറ്റു 1256 ചെയ്യാം. 1256 ഇൻറ്റു 2, 2 6 are 12, 2 5 are 10 plus 1 11, 2 2 are 4 plus 1 5, 2 1 are 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2512 millimeter square divided by 31.4 millimeter. ഇനി നമുക്ക് 2512നെ 31.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2512 ഡിവൈഡഡ് ബൈ 31.4. ഇവിടെ ഈ ഡിനോമിനേറ്റർ ഒരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് ഈ ഡിവിഷൻ ചെയ്യാൻ നമുക്ക് ഈ ഡെസിമൽ നമ്പറിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. ഇനി ഹോൾ നമ്പറാക്കി മാറ്റാൻ ആ നമ്പറിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കണം.
നമുക്കറിയാം ഡെസിമലിന് ശേഷം ഇവിടെ ഓൺലി 1 ഡിജിറ്റേ ഉള്ളൂ അല്ലേ, 4. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ ഹോൾ നമ്പറാക്കി മാറ്റാൻ ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ നമ്പറിനെ ഹോൾ നമ്പറാക്കി മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂവിൽ മാറ്റം വരാതിരിക്കാൻ നമുക്കിവിടെ ഈ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2512. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടാൽ മതി. ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതാം. 314 റൈറ്റ് സൈഡിൽ 0 ഇടാം. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് ഇവിടെ ഈ 10ൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം അല്ലേ, 10ൽ ഓൺലി 1 0 ആണ്. അതുകൊണ്ട് ഈ ഡെസിമൽ 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസിമൽ വരുന്നത് 4ന് ശേഷമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 25,120 millimeter square divided by 314 millimeter. ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 25,120 divided by 314. ഇവിടെ 314 251നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് 4 ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. അതായത് 2512. ഇവിടെ 314ൽ ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ലേ, അതുപോലെ 2512ൽ ലാസ്റ്റ് ഡിജിറ്റ് 2. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസിൽ 2ൽ എൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം 3 4s are 12, 8 4s are 32. ഇവിടെ കാണാം ഈ മൾട്ടിപ്പിൾസിലെ ലാസ്റ്റ് ഡിജിറ്റ്സ് 2 ആണ്. ആദ്യം നമുക്ക് 3 കൊണ്ട് ട്രൈ ചെയ്യാം. 314 into 3. 3 4s are 12, 3 1s are 3 plus 1 4, 3 3s are 9. That is 942. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ 8 ട്രൈ ചെയ്യാം. ദാറ്റ് ഈസ് 314 into 8. 8 4s are 32, 8 1s are 8, 8 plus 3 11, 8 3s are 24 plus 1 25. That is 2512. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഡിവിഷനിലെ കോഷ്യൻറ്റിലെ ആദ്യത്തെ ഡിജിറ്റ് 8 ആണ്. അപ്പോൾ നമുക്കിവിടെ 8 എഴുതാം. 8 into 314, it is 2512. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി ഇവിടെ 0 അല്ലേ ബ്രിങ് ഡൗൺ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ 0 മേലെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഇനി മില്ലിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മില്ലിമീറ്റർ. നമുക്ക് 1 മില്ലിമീറ്റർ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ബിക്കംസ് 80 millimeter. ഇതാണ് ഈ ട്രയാങ്കിളുടെ ബേസ്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ട്രയാങ്കിളുടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതാം ഗിവൺ ഏരിയ ഈക്വൽ ടു 170.5 centimeter square, base equal to 22 centimeter. ഹൈറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഫോർമുല എന്താ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 into ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into ഏരിയ എത്രയാ? 170.5 centimeter square divided by base is 22 centimeter. ഇനി നമുക്ക് 2 into 170.5 ആദ്യം ചെയ്യണം. That is 170.5 into 2. 2 5s are 10, 2 0 0 0 plus 1 1, 2 7s are 14, 2 1s are 2 plus 1 3.
ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിലും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യാം 1. അപ്പോൾ ഡെസിമൽ 1നും 0നും ഇടയിൽ വരും, ഈക്വൽ ടു 341. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 341 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 22 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 341 ഡിവൈഡഡ് ബൈ 22 ചെയ്യണം. ദാറ്റ് ഈസ് 341 ഡിവൈഡഡ് ബൈ 22. ഇവിടെ 322നേക്കാൾ ചെറുതല്ലേ, അപ്പോൾ നമുക്ക് 4ഉം കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 34ൽ നമുക്കറിയാം 1 ടൈം 22. സോ ഇവിടെ 1 എഴുതാം. 1 ഇൻറ്റു 22 ഇറ്റ് ഈസ് 22. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 മൈനസ് 2 2, 3 മൈനസ് 2 1. നെക്സ്റ്റ് 1 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇനി 121നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ടൈംസ് കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 110. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0 1, 2 മൈനസ് 1 1. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ ഇവിടെ ഡെസിമൽ ഇട്ട് ഒരു 0 ഇടാം. അതുപോലെ കോഷ്യൻ്റിലും 5ന് ശേഷം ഒരു ഡെസിമൽ ഇടാം. അടുത്തത് 0 ബ്രിങ് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ 110. ഇതിന് മുൻപുള്ള സ്റ്റെപ്പിൽ ആൾറെഡി നമുക്ക് കിട്ടിയതാണ് 522s are 110. സോ 110 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടെ 341 ഡിവൈഡഡ് ബൈ 22 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15.5. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് ഈ ട്രയാങ്കിളുടെ ഹൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ മിസ്സിംഗ് വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. 5th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരലലോഗ്രമാണ് PQRS. QMഉം QNഉം ഇതിലെ 2 പെർപെൻഡിക്കുലേഴ്സാണ്. QM എന്നത് ബേസ് SRലോട്ടുള്ള പെർപെൻഡിക്കുലറും QN എന്നത് ബേസ് PSലോട്ടുള്ള പെർപെൻഡിക്കുലറുമാണ്. QM ഈക്വൽ ടു 7.6 സെൻറ്റിമീറ്റേഴ്സ്, SR ഈക്വൽ ടു 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് PS ഈക്വൽ ടു 8 സെൻറ്റിമീറ്റേഴ്സ്. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയയാണ്. അത് കഴിഞ്ഞ് നമുക്ക് QNൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഇവിടെ ഈ ഏരിയ കാണാൻ നമ്മൾ ഏത് ബേസും ഹൈറ്റുമാണ് കൺസിഡർ ചെയ്യുക? ബേസ് PS ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഹൈറ്റ് QN എടുക്കണം. ഓർ ബേസ് SR ആണെങ്കിൽ ഹൈറ്റ് QM. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഹൈറ്റ് QNൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഏരിയ കാണാൻ ബേസ് SRഉം ഹൈറ്റ് QMഉം എടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം, ഹിയർ ബേസ് SR ഈക്വൽ ടു 12 സെൻറ്റിമീറ്റേഴ്സ്, height QM equal to 7.6 centimeters. Therefore, area of the parallelogram PQRS equal to formula എന്താ? base into height, that is equal to base is 12 centimeters into height is 7.6 centimeters. ഇനി 12ഉം 7.6ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 76 into 12 ചെയ്യാം. 2 6 are 12, 2 7s are 14 plus 1 15, 1 6 are 6, 1 7s are 7. Adding 2, 6 plus 5 11, 7 plus 1 plus 1 it is 9. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് 7.6ൽ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്നും 1 പ്ലേസ് ലെഫ്റ്റിലോട്ട്, ദാറ്റ് മീൻസ് 1നും 2നും ഇടയിൽ ഡെസിമൽ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 91.2. നൗ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം.
ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്യു എൻ്റെ ലെങ്ത്ത്. ക്യു എൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ക്യു എൻ എന്നത് ബേസ് പി എസിലോട്ടുള്ള ഹൈറ്റാണ്. ഇനി ഈ ക്യു എൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? ഒരു പാരലഗ്രത്തിൻ്റെ ഏരിയയും ബേസും നമുക്കറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇത് യൂസ് ചെയ്ത് നമുക്കിവിടെ ക്യു എൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അതായത് ക്യു എൻ ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് പാരലഗ്രാം ഡിവൈഡഡ് ബൈ ബേസ്. ഇനി ഏരിയ എത്രയാ? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ദാറ്റ് ഈസ് 91.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഈസ് 91.2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബേസ്. ബേസ് ഏത് ബേസാണ് ഇവിടെ എടുക്കുക? പി എസ്. ബിക്കോസ് ക്യു എൻ എന്നത് പി എസിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് നമ്മൾ പി എസ് ആണ് എടുക്കേണ്ടത്. പി എസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഏരിയ ഓഫ് ദ പാരലഗ്രാം പി ക്യു ആർ എസ് equal to 91.2 centimeter square. Base PS equal to 8 centimeters. Therefore, height QN equal to area divided by base. This is the formula. That is equal to 91.2 centimeter square divided by 8 centimeters. Now let us divide 91.2 by 8. ഇനി ഇവിടെ 8 എന്നത് 9നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഡിജിറ്റ് 9 മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ 9ൽ ഹൗ മെനി ടൈംസ് 8? 1 ടൈം ഓൺലി അല്ലേ? അപ്പോൾ നമുക്ക് മുകളിൽ 1 എഴുതാം. 1 × 8 ഈക്വൽ ടു 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 - 8 നമുക്ക് 1 കിട്ടും. അടുത്തത് 1 ബ്രിങ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 11 ആണ് കിട്ടിയിരിക്കുന്നത്. 11ലും നമുക്കറിയാം 1 ടൈം ഓൺലി 8. അപ്പോൾ അഗെയിൻ 1 എഴുതാം. 1 × 8 ഈക്വൽ ടു 8. ഇവിടെ ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അടുത്തത് നമുക്ക് 2 ബ്രിങ് ഡൗൺ ചെയ്യണം. പക്ഷെ അതിന് മുൻപ് ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ നമുക്ക് കോഷ്യൻറ്റിലും ആ ഡെസിമൽ ഇടണം. അതിനുശേഷം 2 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 32. നമുക്കറിയാം 8ൻ്റെ ടേബിളിൽ 4 8s are 32. അപ്പോൾ ഇവിടെ 4 എഴുതാം. 4 × 8 ഇറ്റ് ഈസ് 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ 91.2 ഡിവൈഡഡ് ബൈ 8 അത് ചെയ്തപ്പോൾ നമുക്ക് 11.4 കിട്ടി. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. താഴെയും ഒരു സെൻറ്റിമീറ്റർ ഉണ്ടല്ലേ? അപ്പോൾ നമുക്കൊരു സെൻറ്റിമീറ്റർ ക്യാൻസലാക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 11.4 സെൻറ്റിമീറ്റർ. സോ ഹൈറ്റ് ക്യു എന്നിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 11.4 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ പാരലഗ്രത്തിൻ്റെ ഏരിയ 91.2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ക്യു എന്നിൻ്റെ ലെങ്ത്ത് 11.4 സെൻറ്റിമീറ്റേഴ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. 6th ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പാരലഗ്രാം കാണാം. ദാറ്റ് ഈസ് പാരലഗ്രാം ABCD. പിന്നെന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഈ പാരലഗ്രത്തിൻ്റെ ഏരിയയാണ് 1470 സെൻറ്റിമീറ്റർ സ്ക്വയർ. പിന്നെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. AB = 35 സെൻറ്റിമീറ്റേഴ്സ്, AD = 49 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BMൻ്റെയും DLൻ്റെയും ലെങ്ത്താണ്. ഇനി ഇവിടെ BMഉം DLഉം എന്താ? BMഉം DLഉം ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്സ് ആണ്. അതായത് BM എന്നത് ബേസ് ADയിലോട്ടുള്ള ഹൈറ്റും DL എന്നത് ബേസ് ABയിലോട്ടുള്ള ഹൈറ്റും. ഇനി ഈ ഹൈറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു പാരലഗ്രത്തിൻ്റെ ഏരിയയും ബേസും അറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇത് ചെയ്താൽ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം.
ആദ്യം ഇവിടെ തന്നതെല്ലാം എഴുതാം. ഏരിയ ഓഫ് ദ പാരലഗ്രം ഈക്വൽ ടു 1470 centimeter square. AB equal to 35 centimeters and AD equal to 49 centimeters. ആദ്യം നമുക്ക് BMൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് BM. That is length of BM. BM എന്താ ഇവിടെ? അത് ഹൈറ്റ് ആണ് അല്ലേ? സോ ഹൈറ്റ് ഈക്വൽ ടു ഫോർമുല എന്താ? ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഏരിയ നമുക്കറിയാം 1470 centimeter square ഡിവൈഡഡ് ബൈ ബേസ്. ഇനി ഇവിടെ ഏത് ബേസാണ് എടുക്കേണ്ടത്? എ ബി ഓർ എ ഡി? ഇവിടെ ബി എം എന്നത് എ ഡിയിലോട്ടുള്ള ഹൈറ്റാണ്. അതുകൊണ്ട് നമുക്കിവിടെ എ ഡി ആണ് ബേസായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എ ഡി എത്രയാണ്? 49 centimeters. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 49 divided by 7, it is 7. 14 divided by 7, it is 2. 7 divided by 7, it is 1. പിന്നെ 0 എഴുതാം. സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 210 divided by 7 centimeters. വീണ്ടും നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 divided by 7, it is 1. 21 divided by 7, it is 3. Then write the 0 here. That is equal to 30 centimeters. That is BM equal to 30 centimeters. ഈ ഡിവിഷൻ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 1470 divided by 49. 49നേക്കാൾ ചെറുതല്ലേ, അപ്പോൾ 147 എടുക്കാം. അപ്പോൾ നമുക്ക് 3 times 49 equal to 147. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. നെക്സ്റ്റ് 0 ബ്രിങ് ഡൗൺ ചെയ്യണം. അപ്പോൾ അത് കോഷ്യൻറ്റിൻ്റെ കൂടെ എഴുതാം. അതുപോലെ തന്നെ 210 divided by 7. നമുക്കറിയാം 3 7s are 21. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ബ്രിങ് ഡൗൺ ചെയ്യാൻ നമുക്കത് കോഷ്യൻറ്റിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ബി എമ്മിൻ്റെ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 30 centimeters. അടുത്ത് നമുക്ക് ഡി എല്ലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ഡി എൽ ഈക്വൽ ടു ഫോർമുല എന്താ? ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഏരിയ നമുക്കറിയാം, ദറ്റ് ഈസ് 1470 centimeter square ഡിവൈഡഡ് ബൈ ബേസ്. ഇവിടെ ഏത് ബേസാണ്? ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ബേസ് എ ബി ആണ്. കാരണം ഡി എൽ എന്നത് എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. അപ്പോൾ എ ബി എത്ര? ഇവിടെ 35 centimeters. സോ 35 centimeters. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 35 divided by 5, it is 7. 14 divided by 5, 2 5s are 10. ഇവിടെ നമുക്ക് റിമൈൻഡർ 4 കിട്ടും. അതിനോടുകൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 7 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 47. ഇനി 47 divided by 5, നമുക്കറിയാം 9 5s are 45. ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 2 ആണ്. ഈ 2വിനോടുകൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 0 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 20. 20 divided by 5 ചെയ്താൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 294 divided by 7. Now centimeter square divided by centimeter, it is centimeter. ഇനി ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 divided by 7, it is 1. 29 divided by 7,
നമുക്കറിയാം 4 7s are 28. ഇവിടെ റിമൈൻഡർ 1 ആണ്. 1നോട് കൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 4 കൺസിഡർ ചെയ്യുമ്പോൾ 14 ഡിവൈഡ് ബൈ 7 ഇറ്റ് ഈസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഡി എല്ലിൻ്റെ ലെങ്ത് എന്നത് 42 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഈ ഡിവിഷൻ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 1470 ഡിവൈഡഡ് ബൈ 35. 147ൽ നമുക്കറിയാം 4 times 35. ദാറ്റ് ഈസ് 4 35s are 140. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. നെക്സ്റ്റ് 0 ബ്രിങ് ഡൗൺ ചെയ്യാം. 2 35s are 70. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഇവിടെ 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 42 ആൻസർ കിട്ടി. ഈ ഡിവിഷൻ ആണെങ്കിലോ 294 ഡിവൈഡഡ് ബൈ 7. 29ൽ നമുക്കറിയാം 4 7s are 28. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. 4 ബ്രിങ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 7s are 40. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്ത ഫോർമുല ഏതാ? ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്സായ ബീമിൻ്റെയും ഡി എല്ലിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. 7th ക്വസ്റ്റ്യൻ. ഇവിടെ എ ബി സി എന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് എ. അതുകൂടാതെ എ ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റേഴ്സ്, ബി സി ഈക്വൽ ടു 13 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് എ സി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ്. അതിനുശേഷം എ ഡിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കണം. നമുക്ക് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം അല്ലേ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓർ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബേസും ഹൈറ്റും അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ ട്രയാങ്കിളുടെ 3 സൈഡ്സിൻ്റെ ലെങ്ത്സും തന്നിട്ടുണ്ട്. ഇവയിൽ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ ഏതെല്ലാം സൈഡ്സ് ബേസും ഹൈറ്റുമായി എടുക്കാം? ഇവിടെ എ ഡി ബി സിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എ ഡി ആണ് ഹൈറ്റായിട്ട് എടുക്കുന്നതെങ്കിൽ ബേസ് ബി സി ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ ട്രയാങ്കിളുടെ ഏരിയ കാണാൻ നമുക്ക് എ ഡി ഹൈറ്റായി എടുക്കാൻ പറ്റില്ല. കാരണം എ ഡിയുടെ ഹൈറ്റ് ലെങ്ത് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായ ബേസും ഹൈറ്റും ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾഡ് അറ്റ് എ. അതായത് സൈഡ്സ് എ ബിക്കും എ സിക്കും ഇടയ്ക്കുള്ള ആംഗിൾ അത് 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് സൈഡ്സ് എ ബിയും എ സിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. പിന്നെ നമുക്കറിയാമല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിളിലെ 2 സൈഡ്സ് ആൾട്ടിറ്റ്യൂഡ്സാണ്. അപ്പോൾ നമുക്കിവിടെ എ സി ഓർ എ ബി ഏത് വേണമെങ്കിലും ഹൈറ്റായി കൺസിഡർ ചെയ്യാം. ഇവിടെ ഹൈറ്റ് എ സി ആണെങ്കിൽ ബേസ് എ ബി ആയിരിക്കും. ഹൈറ്റ് എ ബി ആണെങ്കിൽ ബേസ് എ സി ആയിരിക്കും. ഞാനിവിടെ ഹൈറ്റ് എ ബിയും ബേസ് എ സിയുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. In right angled triangle ABC, AB equal to 5 centimeters, AC equal to 12 centimeters, BC equal to 13 centimeters. Now, area of this triangle equal to formula നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഏതാ? എ സി. അതെത്രയാ? 12 സെൻറ്റിമീറ്റേഴ്സ്. ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് എ ബി.
ഇറ്റ് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2 and 12 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 2. ഇറ്റ് ഈസ് 1. 12 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് 6. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു 5 സെൻറ്റിമീറ്റേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 6 are 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ട്രയാങ്കിളുടെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ഡിയുടെ ലെങ്ത് ആണ്. ഇവിടെ എ ഡി എന്താ? എ ഡി ഹൈറ്റാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ ഏരിയ കാണാനുള്ള ഫോർമുലയിൽ തന്നെയാണ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിൽ ഹൈറ്റിന് പകരം നമുക്ക് എ ഡി എഴുതാം. ദാറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എ ഡി. പിന്നെ നമുക്ക് ബേസ് വേണം. ഏതാ ബേസ്? എ ഡി എന്നത് ബി സിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ബി സി ആണ് ഇവിടുത്തെ ബേസ്. സോ ഇറ്റ് ഈസ് ബി സി. അപ്പോൾ നമുക്ക് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഈക്വൽ ടു, ഏരിയ എത്ര നമുക്ക് കിട്ടിയത്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി എത്രയാ? ബി സി 13 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു എ ഡി. ഇനി നമുക്കിവിടെ എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഡി മാത്രം ഇവിടെ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഹാഫും 13ഉം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ ഇതിൽ 2 ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. 1ഉം 13ഉം ന്യൂമറേറ്ററിലായതുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 into 13 centimeters. That is equal to AD. ഇനി 30 into 2 എത്രയാ? 60. That is 60 centimeter square divided by centimeter. It is centimeter. So 60 divided by 1 into 13, it is 13 centimeters equal to AD. That is AD equal to 60 divided by 13 centimeters. ഇതാണ് എ ഡിയുടെ ലെങ്ത്ത്. അല്ലെങ്കിൽ ഈ എ ഡിയുടെ ലെങ്ത്ത് നമുക്ക് വേറൊരു മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കാം. നമ്മൾ 4th ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ. എങ്ങനെയാണ് ചെയ്തത്? ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ. അങ്ങനെയും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഹൈറ്റ് ഈക്വൽ ടു, ഇവിടെ ഹൈറ്റ് ഏതാ? എ ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബേസ് എത്രയാ? ഇറ്റ് ഈസ് 13 സെൻറ്റിമീറ്റേഴ്സ്. സോ 13 സെൻറ്റിമീറ്റേഴ്സ്. That is equal to 2 into 30 എത്രയാ? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 13. Therefore length of AD equal to 60 divided by 13 centimeters. അപ്പോൾ നമ്മളിവിടെ ഈ ട്രയാങ്കിൾ, അതായത് റൈറ്റ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും കണ്ടുപിടിച്ചു, എ ഡിയുടെ ലെങ്ത്തും കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. 8th ക്വസ്റ്റ്യൻ. ഇവിടെ എ ബി സി എന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ മീൻസ് അതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എ ബിയും എ സിയുമാണ് ഈക്വൽ സൈഡ്സ്. ഈ ഈക്വൽ സൈഡ്സിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈച്ച് 7.5 സെൻറ്റിമീറ്റേഴ്സാണ്. അതുകൂടാതെ ബി സി ഈക്വൽ ടു 9 സെൻറ്റിമീറ്റേഴ്സ്, എ ഡി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം സിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. Given AB equal to
AC equal to 7.5 centimeters, BC equal to 9 centimeters, and AD equal to 6 centimeters. Therefore, area of the triangle ABC equal to, ഫോർമുല എന്താ നമുക്കറിയാം, ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ഫോർമുല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, ബേസ് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇനി നമുക്കിവിടെ ബേസും ഹൈറ്റും എഴുതണം. അപ്പോൾ ഏത് ബേസും ഹൈറ്റും ആണ് ഇവിടെ എടുക്കുക? ഇവിടെ നമുക്ക് ഹൈറ്റ് എ ഡിയുടെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ എ ഡി എന്നത് ബി സിയിലോട്ടുള്ള ഹൈറ്റാണ്. അപ്പോൾ ബേസ് ബി സിയും ഹൈറ്റ് എ ഡിയും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി എത്രയാണ് 9 centimeters ഇൻറ്റു എ ഡി 6 centimeters. That is equal to 9 into 6, 54 divided by 2 centimeter square. That is equal to 54 divided by 2, 27. So, area of this triangle ABC, അത് നമുക്ക് കിട്ടുന്നത് 27 centimeter square. അടുത്തത് നമുക്ക് സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. Length of CE. Here CE is the perpendicular from the vertex C to the side AB. That means ഇവിടെ CE എന്നത് ഹൈറ്റും AB എന്നത് ബേസുമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എത്ര എവിടെ കിട്ടിയിരിക്കുന്നത് 27 centimeter square. 27 centimeter square divided by base. Base എത്ര അവിടെ 7.5 centimeters. That is 7.5 centimeters. That is equal to 2 into 27. It is 54 divided by 7.5 centimeter square divided by centimeter. It is centimeter. ഇനി നമുക്ക് 54 ഡിവൈഡഡ് ബൈ 7.5 ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്ററിൽ 7.5 എന്ന് പറയുമ്പോൾ അതൊരു ഡെസിമൽ നമ്പർ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഡെസിമലിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 7.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 54 ഇൻറ്റു 10 it is 540. 7.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 75 ഡിജിറ്റ്സ് അതുപോലെ എഴുതുക, അതായത് 75 പിന്നെ 5ന് ശേഷം 0 എഴുതിയാൽ മതി. അതിനുശേഷം നമുക്ക് ഡെസിമൽ ഇടണം. ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡെസിമൽ ഇവിടെ വരും, അതായത് 540 ഡിവൈഡഡ് ബൈ 75, അത്രയും സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് 540യെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യാം. 540 ഡിവൈഡഡ് ബൈ 75. ഇവിടെ 54 അത് 75യേക്കാൾ ചെറുതല്ലേ, അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ്സ് എടുക്കാം, അതായത് 540. ഇനി 540യിൽ എത്ര 75 നമുക്ക് കിട്ടും? 275 എന്ന് പറയുമ്പോൾ 150. അപ്പോൾ 475 എത്രയാ 300. 675 എന്ന് പറഞ്ഞാൽ 450. പക്ഷെ നമുക്കിവിടെ 540 ഉള്ളത്, അപ്പം നമുക്ക് 75 ഇൻറ്റു 7 ട്രൈ ചെയ്യാം. അപ്പോൾ 75 ഇൻറ്റു 7 ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് 525 കിട്ടുന്നുണ്ട്. സോ 7 ഇൻറ്റു 75 ഇറ്റ് ഈസ് 525. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല, അപ്പം നമുക്ക് ഡെസിമൽ ഇട്ടിട്ട് 0 ഇടാം. അപ്പോൾ കോഷ്യൻറ്റിലും ഒരു ഡെസിമൽ ഇടാം. 0 ബ്രിങ് ഡൗൺ ചെയ്താൽ 150. 150യിൽ നമുക്കറിയാം 275 ആർ 150. സോ 2 ഇൻറ്റു 75 ഈക്വൽ ടു 150. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.
അപ്പോൾ നമുക്കിവിടെ 540 ഡിവൈഡഡ് ബൈ 75 ഇറ്റ് ഈസ് ഈക്വൽ ടു 7.2 സെൻറ്റിമീറ്റേഴ്സ്. ഹൈറ്റ് ഏതാ? CE, ദറ്റ് ഈസ് CE ഈക്വൽ ടു 7.2 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇത് വേറെ മെത്തേഡിൽ കൂടെ ചെയ്യാം. നമുക്കറിയാം ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ നമുക്കറിയാം 27 സെൻറ്റിമീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 7.5 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് CE. ഇനി നമുക്ക് CE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഹാഫും 7.5ഉം ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ 2 ഡിനോമിനേറ്ററിലുള്ളതുകൊണ്ട് നമുക്കതിവിടെ ന്യൂമറേറ്ററിലാകും, അതുപോലെ 7.5 ഡിനോമിനേറ്ററിലായിരിക്കും. ദാറ്റ് ഈസ് 27 ഇൻറ്റു 2, അത് 54 ആണ്. ദാറ്റ് ഈസ് 54 ഡിവൈഡഡ് ബൈ 7.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു CE. അപ്പോൾ നമുക്ക് എഴുതാം CE ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 7.5 സെൻറ്റിമീറ്റേഴ്സ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.2 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിളുടെ ഏരിയയും CEയുടെ ലെങ്ത്തും കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണിത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.